ഹായ് വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു മിന്ത്ര ഹോൾ വീഡിയോ ആണ്. ഐ നോ ഇതിന് മുമ്പത്തെ ഞാൻ ചെയ്തത് മിന്ത്ര തന്നെ ആയിരുന്നു. ഇപ്പൊ മിന്ത്ര ചെയ്യാൻ വേറെ കാര്യമൊന്നും കൊണ്ടല്ല, ഇപ്പൊ സെയില് നടക്കുന്നുണ്ട് മിന്ത്രയില്. നല്ല ഓഫേഴ്സ് ഒക്കെ ഉണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു ഇങ്ങനെ ഒരു ഹോൾ ചെയ്താൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒക്കെ ഉപയോഗപ്പെട്ടാലോ എന്നാണ് വിചാരിച്ചത്. പോരാത്തന്നെ ഇപ്പൊ കുറെ വെഡിങ് സീസൺ ഒക്കെ ആണല്ലോ, അപ്പം കുറെ പാർട്ടി വെയർ ഒക്കെ തപ്പി നടക്കുന്ന സമയമായിരിക്കും. അപ്പോൾ അത്യാവശ്യം അഫോർഡബിൾ റേഞ്ചിൽ നമുക്ക് കുറച്ച് ഫെസ്റ്റീവ് വെയർ കളക്ഷൻ ഇന്ന് നോക്കാം. ഇനി ഞാൻ അഫോർഡബിൾ എന്ന് പറയുമ്പോൾ ബിലോ 500 അങ്ങനെയൊന്നും പ്രതീക്ഷിക്കരുത്. ഒരു ബിലോ 1300 ആണ് ഇനി കാണിക്കാൻ പോകുന്ന എല്ലാ പീസസും. അതിൽ ഒരെണ്ണം മാത്രമേ അബവ് 1000 ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും പിന്നെ കമന്റ് സെക്ഷനിലും ഒക്കെ ഇട്ടേക്കാം. ഡു ഡെഫിനറ്റ്ലി ഗോ ചെക്ക് ദം ഔട്ട്. അപ്പൊ ആദ്യത്തെ പീസ് എന്ന് പറഞ്ഞാൽ ഒരു കുർത്ത സെറ്റ് ആണ്. കാളിനി എന്നാണ് ബ്രാൻഡിന്റെ പേര്. ഇതാണ് ആ കുർത്ത. വെരി വെരി ലവ്ലി കുർത്ത. ആ ഒരു ഫ്ലോറൽ പ്രിന്റ് ആണ് എനിക്ക് ഏറ്റവും ആദ്യം ഇഷ്ടപ്പെട്ട. ഇതിന്റെ കളറും ആ പ്രിന്റ് ഒക്കെയാണ്. ടോപ്പും ബോട്ടും, ഇതിന് ദുപ്പട്ട വരുന്നില്ല. പിന്നെ ഇതിന്റെ സൈസിങ് ഞാൻ മേടിച്ചിരിക്കുന്നത് മീഡിയം സൈസിലാണ്. നിങ്ങൾക്ക് എന്റെ ട്രൈ ഓൺ വീഡിയോയിൽ മനസ്സിലാവും. ഫിറ്റിംഗ് അത്യാവശ്യം നല്ലതാണ്. ഓൾട്രേഷൻ ഒന്നും വേണ്ടി വരില്ല, കാരണം കറക്റ്റ് ഫിറ്റിംഗ് ആണ്. ഈവൻ ലെങ്ത് പോലും എനിക്ക് കറക്റ്റ് ആണ്. എന്റെ ഹൈറ്റും ഞാൻ എല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം, നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. ഇനി മെറ്റീരിയലിനെ പറ്റി പറയുകയാണെങ്കിൽ ഇതൊരു കോട്ടൺ മെറ്റീരിയൽ ആണ് വരുന്നത്. ലൈനിങ് ഇല്ല, പക്ഷെ ക്വാളിറ്റി അത്യാവശ്യം നല്ലതായതുകൊണ്ട് തന്നെ സീ ത്രൂ ഒന്നുമല്ല, അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ ഇതൊരു ഫിറ്റ് ആൻഡ് ഫ്ലെയർ, എന്താ പറയാ, അനാർക്കലി ടൈപ്പ് ഒരു കുർത്തയാണ്. അതായത് സ്ലിറ്റ് ഇല്ലാത്ത ടൈപ്പാണ്. അപ്പം എനിക്കൊക്കെ അത് ഭയങ്കര ഇഷ്ടമാണ്, കാരണം നമുക്ക് ഭയങ്കര കെയർ ഫ്രീ ആയിട്ട് നടക്കാമല്ലോ ഇങ്ങനെ പാവാട പോലെ കിടക്കുമ്പോൾ. പിന്നെ ഇതിന്റെ ബോട്ടം പറയുകയാണെങ്കിൽ അതൊരു പലാസോ ടൈപ്പ് ബോട്ടം ആണ്. അതായത് മൊത്തത്തിൽ ഒരു ലൂസ് ഫിറ്റഡ് ലുക്കാണ് ഈ ഒരു സെറ്റിനുള്ളത്. അപ്പൊ അതാണ്, ദാറ്റ്സ് ദ ബെസ്റ്റ് പാർട്ട് അബൌട്ട് ഇറ്റ്. ഇറ്റ്സ് വെരി ബ്രീത്തി, വെരി കംഫർട്ടബിൾ. ഇലാസ്റ്റിക്കേറ്റഡ് വേസ്റ്റ് ബാൻഡ് ആണ്. അത്രയ്ക്കേ ഉള്ളൂ ഈ സെറ്റിന്. അടുത്തതും സെയിം ബ്രാൻഡിൽ നിന്നാണ്, അതായത് കാലിനി എന്നുള്ള ബ്രാൻഡിൽ നിന്ന് തന്നെയാണ്. പക്ഷെ ഇത്തവണ ഒരു പ്രോപ്പർ അനാർക്കലി സെറ്റ് ആണ്. അതായത് കുർത്ത, ബോട്ടം, ദുപ്പട്ടയൊക്കെ ഉണ്ട്, ഞാൻ കാണിക്കാം. അപ്പൊ ഇതും ഞാൻ മീഡിയം സൈസിൽ തന്നെയാണ് മേടിച്ചേക്കുന്നത്. ഈ ബ്രാൻഡിനെല്ലാം ഞാൻ മീഡിയം ആണ് പോയേക്കുന്നത്. ഫിറ്റിങ്ങും കറക്റ്റ് ആയിരുന്നു, ഇതിന്റെ ലെങ്ത്തും കറക്റ്റ് ആണ്. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ ഒരു നമ്മൾ ഈ സാധാരണ വാങ്ങിക്കുന്ന ജോർജറ്റ് മെറ്റീരിയൽ അതിലുള്ള ഒരു അനാർക്കലി ആണ്. ലൈനിങ് ഒക്കെ ഉണ്ട്, ദാറ്റ്സ് ദ ബെസ്റ്റ് പാർട്ട്. മുമ്പത്തേന് ലൈനിങ് ഇല്ലായിരുന്നു, പക്ഷെ അത് കോട്ടൺ ആയതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. ഇതിപ്പോ ജോർജറ്റ് ആയതുകൊണ്ട് ലൈനിങ് ഉണ്ട്. വെരി കംഫർട്ടബിൾ ടു വെയർ. ആൻഡ് 3/4 സ്ലീവ്സ് ആണ്. ഫ്ലോറൽ പ്രിന്റ് ആണ്, കംപ്ലീറ്റ്ലി കാണാൻ പറ്റും. പിന്നെ ചെറിയ ഗോട്ടാപ്പത്തി ഡീറ്റെയിലിംഗ് ഉണ്ട് സ്ലീവ്സിലും, പിന്നെ ആ ഒരു നെക്ക് ഏരിയയിലും വരുന്നുണ്ട്. റൗണ്ട് നെക്ക് ആണ്. പിന്നെ ബോട്ടം എന്ന് പറഞ്ഞാൽ പ്ലെയിൻ സോളിഡ് കളർ, ബ്ലൂ കളേർഡ് ബോട്ടം ആണ്. ഇലാസ്റ്റിക്കേറ്റഡ് വേസ്റ്റ് ബാൻഡ്. പിന്നെ ഇതിന് വേറെ കളർ ഓപ്ഷൻസ് ഒന്നും അവൈലബിൾ ആയിരുന്നില്ല ഞാൻ മേടിച്ചപ്പോൾ. ഞാൻ ലിങ്ക് കൊടുത്തേക്കാം, നിങ്ങൾക്ക് ഒന്നുകൂടെ ചെക്ക് ചെയ്യാം. പിന്നെ ഇതിന്റെ ദുപ്പട്ട ഇങ്ങനെ ആയിരിക്കുന്നത്, അതായത് ഒരു ഫ്ലോയി മെറ്റീരിയൽ ആണ്. സെയിം ഗോട്ടാപ്പത്തി ഡീറ്റെയിലിംഗ് ആൻഡ് ഫ്ലോറൽ പ്രിന്റ് ആണ് ദുപ്പട്ടയ്ക്കും ഉള്ളത്. ലെങ്ത്തും വിട്ടും ഒക്കെ അത്യാവശ്യം ഉണ്ട് ഇതിന്. നിങ്ങൾക്ക് സിംഗിൾ സൈഡോ അല്ലെങ്കിൽ കഴുത്തിങ്ങനെ നെക്കിൽ ഒറ്റ ലെയർ ആയിട്ട് ഇടാനോ ഒക്കെ ഓക്കെ ആണിത്. പിന്നെ ലെങ്ത്ത്, അതായത് യൂഷ്വലി അനാർക്കലി എന്ന് പറയുമ്പോൾ നമുക്ക് ചില അനാർക്കലി അല്ലെങ്കിൽ ഇപ്പം വാങ്ങിക്കുന്ന മിക്കതും, എനിക്ക് അറ്റ്ലീസ്റ്റ് ഹൈറ്റ് വെച്ച് നോക്കുമ്പോൾ എൻ്റെ പാൻറ് ഒട്ടും കാണില്ല. പക്ഷെ ഇതിന്റെ അനാർക്കലിയുടെ ലെങ്ത് പെർഫെക്റ്റ് ആണ്, അതായത് എൻ്റെ പാൻറ്റും ഒക്കെ കാണാൻ പറ്റും. അടുത്തതൊരു പേർപ്പിൾ കുർത്ത സെറ്റ് ആണ്. എനിക്ക് പേഴ്സണലി പേർപ്പിൾ കളർ ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ട് ഞാൻ ഇത് എടുത്തത്. അപ്പൊ ഇതാണ് ആ ഒരു സെറ്റ്. ഇത് ടോപ്പും പിന്നെ ബോട്ടും. പിന്നെ ദ മോസ്റ്റ് ലവ്ലി പാർട്ട് അബൌട്ട് ദിസ് സെറ്റ് ഇസ് എ കളർ കോമ്പിനേഷൻ. അതായത് ആ വയലറ്റും പിന്നെ ആ വൈറ്റ് കളർ കോംബോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പൊ ഇതും ഞാൻ വാങ്ങിയേക്കുന്നത് മീഡിയം സൈസിലാണ്. ഫിറ്റിങ്ങും ലെങ്ത്തും ഒക്കെ കറക്റ്റ് ആണ് എനിക്ക്. പിന്നെ ഇതിന്റെ മെറ്റീരിയൽ കോട്ടൺ ആണ്, അതുകൊണ്ട് തന്നെ ലൈനിങ് ഇല്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു സ്ലിപ്പ് ഇടാം, കാരണം ചിലപ്പോൾ കുറച്ച് ഇപ്പം സൺലൈറ്റിന്റെ അടിയിലൊക്കെ ചിലപ്പം കുറച്ച് സീ ത്രൂ ആയിട്ട് ഫീൽ ചെയ്യാം. അത് മാത്രമേ ഉള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇതിന്റെ ബെസ്റ്റ് ഹൈലൈറ്റ് എന്ന് ഞാൻ പറഞ്ഞത് ആ വൈറ്റ് ഡീറ്റെയിലിംഗ് ആണ്. ഇതൊക്കെ ത്രെഡ് വർക്ക് ആണ്. ഈ ഡീറ്റെയിലിംഗ് സ്ലീവിലോട്ടൊക്കെ വരുന്നത് കംപ്ലീറ്റ്ലി ത്രെഡ് വർക്ക് ആണ്. ഫുൾ കുർത്ത അങ്ങനെയാണ്. അതായത് കുറച്ച് എന്താ പറയുക, ഒരു റിച്ച് ലുക്ക് തരും അങ്ങനത്തെ ഈ ഹാൻഡ് അല്ല, ത്രെഡ് വർക്ക് ഡീറ്റെയിലിംഗ് ഒക്കെ വരുമ്പോൾ. പിന്നെ ഇതിന്റെ ബോട്ടം സോളിഡ് പ്ലെയിൻ ആ ഒരു പർപ്പിൾ കളർഡ് പലാസോ ബോട്ടം ആണ്. എക്സെപ്റ്റ് ആ ഒരു എൻഡിൽ നമുക്ക് കുറച്ച് ഈ പറഞ്ഞ പോലത്തെ എംബ്രോയിഡറി ഡീറ്റെയിലിംഗ് വരും. പിന്നെ ഇതും എനിക്ക് തോന്നുന്നു കാലിനിന്ന്, അതെ കാലിനി ആ സെയിം ബ്രാൻഡിൽ നിന്നാണ്. ഇത് 3 പീസ് എന്തോ അവരുടെ തന്നെയാണ് ഇന്ന് എടുത്തേക്കുന്നത്. കോയിൻസിഡൻസ് ആണ്, ഞാൻ വേണം എന്ന് വെച്ചെടുത്തതല്ല.
ഇവരുടെ എത്നിക് ഔട്ട്ഫിറ്റ്സ് എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടു. അടുത്തത് ഒരു ഷരാര സെറ്റ് ആണ്. ഞാൻ എൻ്റെ ഹൈറ്റ് 5'1" ആണ്. അപ്പൊ ഞാൻ യൂഷ്വലി എപ്പോഴും വിചാരിച്ചുകൊണ്ടിരുന്നത് ഞാൻ ഷോർട്ട് ആയതുകൊണ്ട് ഷരാര സെറ്റ് ഒന്നും എനിക്ക് ചേരില്ല എന്നാണ്. പക്ഷെ അത് തെറ്റാട്ടോ, അങ്ങനത്തെ ധാരണയൊന്നും വേണ്ട. ഒരു ഹീൽ ഇട്ടാൽ മതി, ആ ഒരു ലുക്ക് നല്ല ബാലൻസ്ഡ് ലുക്കായിട്ട് കിട്ടും. അപ്പോൾ ഇതൊരു ബ്ലാക്ക് കളേർഡ് ഷരാര സെറ്റ് ആണ്. ഇത് ഞാൻ മേടിച്ചിരിക്കുന്നത് സ്റ്റൈലം എന്ന ബ്രാൻഡിൽ നിന്നാണ്. ആൻഡ് ഇതെന്ന് പറഞ്ഞാൽ ഒരു കോട്ടൺ ഷരാര സെറ്റ് ആണ്. അതായത് ഷരാര ബോട്ടം പിന്നെ ദുപ്പട്ട സെറ്റ് ആണ് ഉള്ളത്. അപ്പൊ ഇതിന്റെ ഡീറ്റെയിലിംഗ് നോക്കുകയാണെങ്കിൽ കോട്ടൺ മെറ്റീരിയൽ ആണ് വരുന്നത്, ലൈനിങ് ഇല്ല. പിന്നെ കുറച്ച് സീത്രൂ ആണ്, നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് അറിയില്ല, പക്ഷെ കുറച്ച് സീത്രൂ ആണ്. അപ്പം ഡെഫിനറ്റ്ലി ഒരു ബ്ലാക്ക് ഇന്നർ ഇതിൻ്റെ കൂടെ പെയർ ചെയ്യേണ്ടി വരും. പിന്നെ സീക്വൻസ് ഡീറ്റെയിലിംഗ്, വി നെക്ക് ആണ്, സീക്വൻസ് ഡീറ്റെയിലിംഗ് ആണ്. ഇതൊക്കെ നിങ്ങൾക്ക് എൻ്റെ ട്രൈ ഓൺ വീഡിയോയിൽ കാണാൻ പറ്റും. പിന്നെ ഇതിന്റെ ഫിറ്റിങ്ങും എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. യൂഷ്വലി ഷരാര സെറ്റ് എന്ന് പറയുമ്പം എനിക്ക് വേസ്റ്റ് അത്ര കറക്റ്റ് ആവാറില്ല, എനിക്ക് മാത്രമാണോ എന്ന് അറിയില്ല കേട്ടോ. അപ്പോൾ ഇതിന്റെ വേസ്റ്റ് ഫിറ്റിങ്ങും ഒക്കെ കറക്റ്റ് ആണ്. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇതിലെ പാർട്ട് എന്ന് പറഞ്ഞാൽ ഇതിന്റെ ദുപ്പട്ടയാണ്. ജസ്റ്റ് ലുക്ക് അറ്റ് ദാറ്റ്. അതായത് നെറ്റ് മെറ്റീരിയൽ ആണ്, പക്ഷെ ഒരുപാട് നീളവും വീതിയും ഒന്നും ഇല്ല കേട്ടോ. നീളമുണ്ട് അത്യാവശ്യം, പക്ഷെ അധികം വീതിയൊന്നും ഇല്ല. അപ്പൊ അത് ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ഇതൊന്ന് ട്രൈ ഓൺ ചെയ്യാവുന്നതാണ്. അടുത്ത സെറ്റ് കുറച്ച് സ്പെഷ്യൽ ആണ്. അതായത് ഞാൻ ഒരു സാറ അലി ഖാൻ ഫാനാണ്. എന്തിനാ ഏതാന്നൊന്നും ചോദിക്കേണ്ട, ഞാൻ ഐ എം എ ബിഗ് ഫാൻ ഓഫ് ഹേഴ്സ്. അപ്പൊ ഞാൻ ഈ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പെപ്പറാസി പേജിലൊക്കെ കൂടെ സ്റ്റോക്ക് ചെയ്യുമ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് കാണാറുണ്ട്. അവർ എയർപോർട്ട് ലുക്സ് ഒക്കെ ചെയ്യുമല്ലോ. അങ്ങനെ ഞാൻ കണ്ട ഒരു കുർത്ത സെറ്റ് ആണ് ഇത്. എനിക്ക് അന്ന് കണ്ടപ്പോഴേ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പൊ ഞാൻ കുറച്ച് യൂഷ്വലി ലിബാസിന്റെ ഒരുപാട് കുർത്ത സെറ്റ്സ് ഞാൻ സാറ ഇട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ അങ്ങനെ കുറച്ച് തപ്പിയപ്പം എനിക്ക് മനസ്സിലായി ഇതും ലിബാസിന്റെ തന്നെയാണ്. വെരി ബ്യൂട്ടിഫുൾ പിങ്ക് ഫ്ലോറൽ പ്രിന്റഡ് അനാർക്കലി സൂട്ട് സെറ്റ് ആണ് ഇതിന്റെ. അതായത് ബോട്ടം പിന്നെ ദുപ്പട്ട കംപ്ലീറ്റ് സെറ്റായിട്ടാണ് വരുന്നത്. എനിക്ക് തോന്നുന്നു ഇന്നത്തെ ഹാളിൽ കുറച്ചെങ്കിലും വിലയുള്ളത് ഈ ഒരു സെറ്റിന്. അതായത് ഒരുപാട് വിലയല്ല, എന്നാലും അത്യാവശ്യം വിലയുള്ളത് ഇതിനാണ്. പിന്നെ ഇതിന് നിങ്ങൾക്ക് ഈ പിങ്ക് ഇഷ്ടമല്ലെങ്കിൽ വേറൊരു കളർ ഓപ്ഷൻ ഉണ്ട്, ബ്ലൂ ഓർ ഗ്രീൻ. ഒരു ബ്ലൂ കൂൾ ടോൺ ഉണ്ട്, വേറൊരു ഷെയ്ഡും ഉണ്ട്. ലിങ്ക് ഞാൻ കൊടുത്തേക്കാം, അപ്പോൾ അത് ഡെഫിനറ്റ്ലി ചെക്ക് ഓൺ ചെയ്യാം. അപ്പോൾ ഇതിന്റെ ഡീറ്റെയിലിംഗ് പറയുകയാണെങ്കിൽ ഇതും കോട്ടൺ മെറ്റീരിയൽ ആണ്, ലൈനിങ് ഇല്ല, പക്ഷെ കംഫർട്ടബിൾ ആണ്. പിന്നെ ഇതൊരു എന്താ പറയാ അനാർക്കലി സെറ്റ് ആയതുകൊണ്ട് തന്നെ സ്ലിറ്റ് ഒന്നും ഇല്ല, പാവാട പോലെ കിടക്കും, അല്ല ഐ മീൻ ഫ്രോക്ക് പോലെ കിടക്കും, വിച്ച് ഇസ് സോ കംഫർട്ടബിൾ. പിന്നെ പലാസോ ബോട്ടം ആണ്, പാർഷ്യലി ഇലാസ്റ്റിക്കേറ്റഡ്. പിന്നെ ഈ ലിബാസ് ബ്രാൻഡിന് അവരുടെ എല്ലാ സെറ്റിനും പോക്കറ്റ് മസ്റ്റ് ആണ്. രണ്ട് സൈഡിലും പോക്കറ്റ് ഉണ്ടാവും. എനിക്ക് പോക്കറ്റുള്ള പാൻറ് വളരെയധികം ഇഷ്ടമാണ്. അത്യാവശ്യം എന്തെങ്കിലുമൊക്കെ, എനിക്ക് എസ്പെഷ്യലി ഹെയർ ബാൻഡ് എപ്പോഴും ഞാൻ കൈ കൊണ്ട് നടക്കുന്ന ഒരാളാണ്, തലമുടി അഴിച്ചിട്ടിട്ട്. അപ്പൊ എനിക്ക് അതൊക്കെ വെക്കാൻ സൗകര്യമാണ്. ഇതിൽ ഏറ്റവും ബെസ്റ്റ് പാർട്ട് ഇതിന്റെ ദുപ്പട്ടയാണ്. ഞാൻ മുന്നേ പറഞ്ഞ സെറ്റില് അത്യാവശ്യം ആ സ്റ്റൈലത്തില് ബ്ലാക്ക് ഷരാര സെറ്റാന്ന് തോന്നുന്നു, അതിനത്ര നീളവും വീതി ഇല്ലായിരുന്നു. പക്ഷെ ലിബാസ്, ഞാൻ പ്രൊമോട്ട് ചെയ്യല്ല കേട്ടോ, ഇതിന് അത്യാവശ്യം നല്ല നീളവും വീതിയും ഒക്കെ ഉണ്ട്. എനിക്ക് അടുത്തത് ഇൻഡോ വെഴ എന്ന ബ്രാൻഡിൽ നിന്ന് മേടിച്ച ഒരു സൂട്ട് സെറ്റ് ആണ്. ഇത് കളർ നോക്കണേ, നല്ല ഭംഗിയുള്ള ഒരു പേർപ്പിൾ കളറാണ്. കംപ്ലീറ്റ്ലി എന്താ പറയുക, ഒരു സോളിഡ് കളേർഡ് കുർത്തയാണ്, എക്സെപ്റ്റ് ഫോർ ദ യോക്ക് ഡിസൈൻ, അത്രേ ഉള്ളൂ. പിന്നെ സ്ലീവ്സിലും വരുന്ന കുറച്ച് ഡിസൈൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. കൂടുതൽ ഡീറ്റെയിലിംഗ് പറയാൻ ഇതിലില്ല, എക്സെപ്റ്റ് ഫോർ ദാറ്റ് യോക്ക് ഡിസൈൻ. വെരി വെരി സ്റ്റണ്ണിങ്. ആൻഡ് ഇതിന്റെ ബോട്ടം പറയുകയാണെങ്കിൽ അതും ഇതേപോലെ തന്നെ സിമ്പിൾ ആണ്, അതായത് ഒറ്റ ഷെയ്ഡിലാണ്, സോളിഡ് പേർപ്പിൾ കളറാണ്. പിന്നെ പലാസോ പാന്റ് ആണ് വിത്ത് ദ സെയിം ഡീറ്റെയിലിംഗ് ടുവേർഡ്സ് ദ എൻഡ്. സോ ഡീറ്റെയിലിംഗ് ആയിട്ട് ഒരുപാട് പറയാനൊന്നുമില്ല, ബട്ട് എന്നാൽ ഒരു വെരി സിമ്പിൾ ആൻഡ് എലഗന്റ് ലുക്ക് നിങ്ങൾക്ക് തരും. പിന്നെ ഇതിന്റെ ബെസ്റ്റ് പാർട്ട് എന്ന് പറഞ്ഞാൽ ദുപ്പട്ടയാണ്. ഈ ദുപ്പട്ട മാത്രമായിട്ട് കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ഡള്ളായിട്ട് ഫീൽ ചെയ്യുവേ, പക്ഷെ ഡോണ്ട് വറി, ഇത് ശരിക്കും ഈ ഒരു ഡാർക്ക് ഷെയ്ഡ് ഓഫ് കുർത്തയുടെ കൂടെ നല്ലോണം സിങ്ക് ആയി പോകുന്ന ഒരു ദുപ്പട്ടയാണ്. ആൻഡ് ഐ പേഴ്സണലി ലവ്ഡ് ഇറ്റ് എ ലോട്ട്. അപ്പൊ ഇന്നത്തെ ഹോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായെങ്കിൽ വേറൊരു മിന്ത്ര ഹോൾ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്, ഒരു വിന്റർ വെയർ കളക്ഷൻ ആണ്. അതും പ്ലീസ് ഡു ചെക്ക് ഇറ്റ് ഔട്ട്. കാരണം ഇപ്പൊ സെയിലൊക്കെ നടക്കുന്നുണ്ട്, അപ്പോൾ കുറച്ചു പേർക്കെങ്കിലും ഹെൽപ്ഫുൾ ആവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. സോ ഡോണ്ട് ഫർഗെറ്റ് ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. ബൈ.